സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള നീക്കമെന്ന സൂചന. അത്തരത്തിലൊരു നീക്കം തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്രം. വമ്പൻ ട്വിസ്റ്റ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന കെ.സി. വേണുഗോപാൽ ആലപ്പുഴ MP സ്ഥാനം ഒഴിഞ്ഞാൽ അവിടെ വരുന്ന ഒഴിവിൽ ശോഭാ സുരേന്ദ്രനെ നിർത്തി മറ്റൊരു താമര വിരിയിക്കാനുള്ള BJPയുടെ ബുദ്ധിപരമായ നീക്കം. ഇതോടെ ആലപ്പുഴയിൽ ജയമുറപ്പിക്കുകയാണ് BJP. ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കിയ ശേഷം ആലപ്പുഴയിൽ മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കാനുള്ള വമ്പൻ നീക്കം നടത്തുകയാണ് BJP. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇനി 2 കേന്ദ്രമന്ത്രിമാർ. കൂടുതൽ താമരകൾ വിരിയുകയാണ് കേരളത്തിൽ. നിയമസഭയിൽ വിരിഞ്ഞ 3 താമരകൾ വിരിഞ്ഞ സമയം വളരെ നല്ലത് എന്ന് വിലയിരുത്തൽ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പരാജയപ്പെട്ടപ്പോൾ ആത്മാർത്ഥമായി വേദനിച്ച ഓരോരുത്തരും ഇപ്പോൾ ആഹ്ലാദിക്കുകയാണ്. ഇല്ല, ഞങ്ങളുടെ ശോഭേച്ചയെ കേന്ദ്രം തഴഞ്ഞിട്ടില്ല. ചുറുചുറുക്കും ശോഭേച്ചയുടെ വാക്ചാതുര്യവും ഇനിയും കേരളം കാണും. പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവായി മാറിയത്. 90കളിൽ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ BJP പ്രവർത്തകരുടെ ആവേശമായി മാറാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. അക്കാലത്ത് ശോഭയ്ക്കൊരു ഒത്ത എതിരാളിയെ പലയിടത്തും എത്തിക്കാൻ CPM പാടുപെട്ടിരുന്നു. AP അഹമ്മദും T ശശിധരനുമെല്ലാം തീപ്പൊരി പ്രാസംഗികരായ CPMന്റെ വേദികൾ ഉണ്ടായിരുന്നു എങ്കിലും അവർക്കൊന്നും ശോഭാ സുരേന്ദ്രന്റെ 7 അയലത്ത് പോലും എത്താൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ചെന്നിറങ്ങുന്ന മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് അനുകൂലമായി നിൽക്കുന്ന പ്രശ്നങ്ങളെ പെരുപ്പിക്കാനും ഉയർത്തിക്കാട്ടാനും ശോഭയ്ക്ക് തന്റെ വാക്ചാതുര്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളെല്ലാം വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ BJPയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ മണ്ഡലങ്ങളെല്ലാം സാധാരണ മണ്ഡലങ്ങളിൽ നിന്ന് മാറി A+ മണ്ഡലങ്ങളായി മാറിയിട്ടുണ്ട്. വാക്ധോരണി മാത്രമല്ല തനിക്കുള്ളത് എന്നും മികച്ച സംഘടനാ ശേഷിയും കൈമുതലായിട്ടുണ്ട് എന്നും ഒന്നല്ല പലവട്ടം ശോഭാ സുരേന്ദ്രൻ തെളിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്തുന്ന പോലെ അകത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പാർട്ടിക്കകത്ത് ശോഭ നേരിട്ടുകൊണ്ടിരുന്ന എതിർപ്പുകൾ അവരിൽ കൂടുതൽ വീറും വാശിയും നിറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2016 മുൻപ് ആലപ്പുഴയിൽ കാര്യമായി സാന്നിധ്യമില്ലാതിരുന്ന BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മറ്റു പാർട്ടികളെയും പലരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മുന്നേറ്റം നടത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ 11 മുതൽ 16% വരെ വോട്ടുകൾ നേടിയിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം നടത്താനായി. BJPക്കായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 28% വോട്ട് വിഹിതം നേടിക്കൊടുത്തു. ഇത് 2019 17.22% നിന്ന് വലിയ മുന്നേറ്റമാണ് സമ്മാനിച്ചത്. അകത്തും പുറത്തും നിരവധി പ്രതിബന്ധങ്ങളെയാണ് ശോഭാ സുരേന്ദ്രന് നേരിടേണ്ടി വന്നത്. അതെല്ലാം വകഞ്ഞു മാറ്റിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ശോഭയുടെ ചരിത്രം. ഇതുവരെ ജയിച്ചിട്ടില്ലെങ്കിലും ജയത്തിനൊത്ത പോരാട്ടമാണ് പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നത്. എന്തായാലും പാലക്കാട് ഉണ്ടായ നിരവധി പ്രശ്നങ്ങൾക്ക് ശേഷം പാലക്കാട് പിഷാരടിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടതിനു ശേഷം ശോഭാ സുരേന്ദ്രന്റെ ആരാധകർ, അവരെ ഒരുപാട് ആരാധിക്കുന്നവർ, അവരെ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ പ്രസംഗം ഇഷ്ടപ്പെടുന്നവർ, അവരുടെ ലീഡർഷിപ്പ് ഇഷ്ടപ്പെടുന്നവർ, അവരെല്ലാവരും കടുത്ത നിരാശയിലായിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകുമെന്ന സൂചന പുറത്തു വരുന്നതിലൂടെ അതിലൂടെ ആലപ്പുഴയിൽ MP ആയി കെ.സി. വേണുഗോപാലിന്റെ ആ ഒഴിവ് വരുന്ന സീറ്റിൽ MP ആയി BJPക്ക് വേണ്ടി MP ആയി മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നൊരു പ്രതീക്ഷ വരുന്നതിലൂടെ വീണ്ടും ശോഭാ സുരേന്ദ്രനിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കേരളം ഒന്നടങ്കം. ഒപ്പം ശോഭാ സുരേന്ദ്രനെ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന എല്ലാവരും സന്തോഷിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് ഇതുവരെയും അവർക്ക് അർഹമായ സ്ഥാനം കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ആ അർഹമായ സ്ഥാനവും പദവിയും അവരെ തേടി വരുന്നു എന്നതിന്റെ സൂചനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.